കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിനിടെ റോഡ് ഇടിഞ്ഞ് ലോറി മറിഞ്ഞു. രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിലാണ് ഈ അപകടമുണ്ടായത്. നയൻതാര കൂടുതൽ വിവരങ്ങൾ നൽകും. നയൻതാര, ഈ ലോറിയിലെ ഡ്രൈവർക്കോ മറ്റെന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? എപ്പോഴാണ് സംഭവം? ഗതാഗതം വളരെ നിയന്ത്രിച്ചാണോ ഇപ്പോൾ കടത്തിവിടുന്നത്? ദിവേഷ്, ഇന്ന് പുലർച്ചെ 3:45 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മലാപ്പറമ്പ് ജംഗ്ഷനിലാണ് ഈ അപകടം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 3:45 കൂടി ആയതുകൊണ്ട് തന്നെ സമീപത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രദേശവാസികളൊന്നും അറിഞ്ഞില്ല. ഇന്ന് പുലർച്ചെയാണ് വാഹനം മറിഞ്ഞത് കണ്ട് ആളുകളെല്ലാം കൂടി എത്തിയത്. കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന പാഴ്സൽ വണ്ടിയാണ് ഏകദേശം 15 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത്. റോഡിൻ്റെ 20 മീറ്ററോളം തകർന്ന നിലയിലാണുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പം മനസ്സിലാവും ഈ അപകടത്തിൻ്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത്. കാരണം ഈ അപകടം സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ വരെ ശക്തമായ മഴയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് കുതിർന്ന് കിടക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള പാഴ്സൽ വണ്ടികൾ, അതായത് ഹെവി വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു ഏരിയ ആണത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഹെവി വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായി ഇനിയും ഇത്തരത്തിൽ റോഡുകൾ ഇടിഞ്ഞ് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രദേശവാസികളെല്ലാം ഈ ഞെട്ടലിൽ തന്നെയാണുള്ളത്. അതായത് സമീപത്തെ സർവീസ് റോഡിലേക്കാണ് ഈ വാഹനം മറിഞ്ഞു വീഴുന്നത്. ഇതിൻ്റെ ഡ്രൈവർ ആലപ്പുഴ സ്വദേശിയായ രാധാകൃഷ്ണന് നിസാര പരിക്കേറ്റിട്ടുള്ളൂ. എങ്കിലും ഈ അപകടം വലുത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 15 അടി താഴ്ചയിലേക്ക് ഒരു ഹെവി വാഹനം മറിഞ്ഞു. ഈ സർവീസ് റോഡിൽ ആ ഒരു സമയം 3:45 സമയമായതുകൊണ്ട്, പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സമാധാനിക്കാം. ആളുകളൊന്നും ഇല്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടം സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഡ്രൈവർക്കുൾപ്പെടെ നിസ്സാര പരിക്കേറ്റിട്ടുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. രാമനാട്ടുകരയിലാണ് ഈ സംഭവം. റോഡിന്റെ സൈഡ് ഇടിഞ്ഞുപോയി, ലോറി താഴേക്ക് പതിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് ചെറിയ പരിക്കുകളെ പറ്റിയിട്ടുള്ളൂ. വേണ്ട രീതിയിൽ ഗതാഗതം നിയന്ത്രിച്ച് കടത്തിവിടുകയാണ്. ഉടൻ തന്നെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നയൻതാരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിലാണ് ഈ അപകടമുണ്ടായത്. പുലർച്ചെ ആണ് സംഭവം. പാഴ്സൽ ലോറി സൈഡ് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ പറ്റി.